എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. മഹാദേവ, ഗുരുപരമ്പരകളെ, ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം, അധ്യായം 1. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരിലൂടെയുള്ള ആ വംശാവലി പട്ടിക. അതാണ് അധ്യായത്തിൻ്റെ നാമം. അതായത് സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാർ, അവരെ ആരൊക്കെ വിവാഹം കഴിച്ചു, അവരെ എത്ര മക്കൾക്ക് ജന്മം കൊടുത്തു, അങ്ങനെ ആ വംശവർണ്ണനയാണ് ഈ ഒരു അധ്യായത്തിലെ വിഷയം. അപ്പോൾ ഇവിടെ നമുക്ക് വിവരണങ്ങളൊന്നും ആവശ്യമില്ല. ശ്ലോകം അതിൻ്റെ അർത്ഥവും കേട്ടാൽ തന്നെ നമുക്ക് നോർമലി എല്ലാവർക്കും, കാരണം അത് തത്വമല്ല. ഓരോ പെൺമക്കളെ ആരെയൊക്കെ വിവാഹം കഴിച്ചു, എത്രയൊക്കെ മക്കളെ ഉണ്ടായി. കാരണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൃഷ്ടികർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പ്രകൃതിദത്തമായ സൃഷ്ടി, അതിനുശേഷം ബ്രഹ്മാവിലൂടെയുള്ള സൃഷ്ടി കഴിഞ്ഞ് അതിൻ്റെ സമയം പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ്റെ തന്നെ ശരീരം രണ്ടായി പിരിഞ്ഞപ്പോഴാണ് സ്വയംഭുവ മനുവും ശതരൂപയും. പിന്നെ അവരിലൂടെയുള്ള സൃഷ്ടിയാണ്. അപ്പോൾ അവരിൽ 2 പുത്രന്മാർ, ഉത്താനപാദനും പ്രിയവ്രതനും, പിന്നെ 3 പുത്രിമാർ, ദേവഹൂതി, ആകൂതി, പ്രസൂതി, അങ്ങനെ 3 പുത്രിമാരുമാണ് അവർക്കുള്ളത്. പിന്നെ അവരിലൂടെ അവരെയൊക്കെ ആര് വിവാഹം കഴിച്ചു, അവർക്ക് എത്ര മക്കൾ, ആ വംശാവലി പട്ടികയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ അറിയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ വിവരണം ആവശ്യമില്ല. ശ്ലോകം ചൊല്ലി ഇങ്ങനെ അർത്ഥം കേട്ടാൽ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പം ശ്ലോകം 1. മൈത്രേയ ഉവാച. അതായത് മൈത്രേയ മഹർഷി ഇവിടെ വിതുരർക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിൽ പുതുതായി ജോയിൻ ചെയ്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ഭാഗവതം മനസ്സിലാക്കുന്നത്, ഇപ്പം നമ്മളെങ്ങനെയാണ് ഭാഗവതം പഠിക്കണേന്ന് ചോദിച്ചാൽ, കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ നൈമിഷാരണ്യം എന്ന സ്ഥലത്ത് വെച്ച് ശ്രീ സൂതമുനി അവിടെ ആ നൈമിഷാരണ്യത്തിൽ യാഗം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ശൗനക മഹർഷി മുതലായ മഹർഷിമാർ, അതാണ് ശൗനക ആദി മഹർഷിമാർ എന്ന് പറയുന്നത്. അവർ നൈമിഷാരണ്യത്തിൽ ഇങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകം കലിയുഗം ആരംഭിച്ചു, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വഴി, അതിനായിട്ട് ഒരു മഹായാഗം നൈമിഷാരണ്യത്തിൽ നടക്കുന്ന സമയത്ത്, ആ നടക്കുന്ന ഇടയിൽ ഒരു സമയത്ത് സൂതമുനി ആ യാഗശാലയിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് അവിടെ ഇരിക്കുന്ന മറ്റു മഹർഷിമാർ ചോദിക്കുകയാണ്, മനുഷ്യന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ, ഒരു കലിയുഗാണ്, സാഹചര്യങ്ങൾ മാറില്ല, എല്ലാ തരത്തിലും മോശമായിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ചുറ്റും ഉണ്ടാവുക. അപ്പോൾ ആ സാഹചര്യത്തിലും എങ്ങനെ മനസ്സ് സംയമനത്തോടെ ജീവിക്കാം, അതിനുള്ള വഴി എന്തെന്ന് ചോദിച്ചപ്പോൾ സൂതമുനി പറഞ്ഞു കൊടുത്തതാണ് ശ്രീമദ് ഭാഗവതം. ആ രീതിയിലാണ് ഭാഗവതത്തെ അങ്ങനെയാണ് നമ്മളത് കേൾക്കുന്നത്, പഠിക്കുന്നത്. പക്ഷേ സൂതമുനി ഇത് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ, ഈ കലിയുഗത്തിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിൽ, ഏറ്റവും അവസാനത്തെ പഞ്ചപാണ്ഡവരുടെയൊക്കെ ആ വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹം തൻ്റെ അവസാന സമയം, അതായത് സർപ്പദംശം ഏറ്റു മരിക്കുമെന്ന് ശാപം കിട്ടിയല്ലോ. അപ്പോൾ അവസാനത്തെ 7 ദിവസം ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്നിട്ട് ഉപവാസം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രീ ശുഗബ്രഹ്മർഷി, അതായത് വ്യാസദേവൻ്റെ പുത്രനായിട്ടുള്ള ശ്രീ ശുഗബ്രഹ്മർഷി അങ്ങോട്ട് കയറി വരിക. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു,
എനിക്കിനി അധിക സമയമില്ല, 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ മുക്തിക്ക് യോഗ്യമാകുന്ന ഒരു ജന്മത്തിലേക്ക് എനിക്ക് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം മരണഭയമില്ലാതെ ഈ അവസാനമായ 7 ദിവസങ്ങളിൽ ആരെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ആരെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്, ആരുടെ നാമമാണ് ഞാൻ ജപിക്കേണ്ടത് എന്ന് വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ശ്രീമദ് ഭാഗവതമായിരുന്നു. അന്ന് ശ്രീ ശുകബ്രഹ്മർഷി അവിടെ ഇരുന്ന് പരീക്ഷത്തിന് ഗംഗാനദിയുടെ തീരത്ത് ഇരുന്ന് പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിനോടൊപ്പം ഇരുന്ന് കേട്ട ആളാണ് ഈ സൂതമുനി. അതിനുശേഷം കലിയുഗം തുടങ്ങിയപ്പോൾ സൂതമുനി നൈമിഷാരണ്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഇരുന്ന ശൗനകാദി മഹർഷിമാർ ചോദിച്ചു. അപ്പോൾ അവർക്ക് അന്ന് പരീക്ഷത്തിന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത അതേ ഭാഗവതത്തെ അതങ്ങനെ തന്നെ ഒരു മാറ്റവും വരുത്താതെ സൂതമുനി ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സൂതമുനിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ നിന്നാണ് കിട്ടിയത്. ഇനി ഈ ശ്രീ ശുകബ്രഹ്മർഷി ഇത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് 2 ആൾക്കാരുടെ സംഭാഷണ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ 2 പേര് ഒന്ന് വിതുരരും 2 മൈത്രേയ മഹർഷിയാണ്. ഭഗവാൻ ആ സ്വധാമത്തിലേക്ക് ശ്രീകൃഷ്ണൻ തിരിച്ചു പോയപ്പോൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടവരായിരുന്നു ഉദ്ധവരും വിതുരരും. മനസ്സിലായ? അപ്പോൾ ഉദ്ധവർക്ക് വേണ്ട നിർദ്ദേശം ഭഗവാൻ കൊടുത്തു. അതുപോലെ വിതുരര് ചോദിക്കുകയാണ് ഉദ്ധവരോട്, എനിക്ക് എന്താണ് ആ ഒരു അതിന് വേണ്ട ഭഗവാനിൽ നിന്ന് കിട്ടിയ ഉപദേശം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ വിതുരരോട് പറഞ്ഞു ഉദ്ധവർ, ഞാനല്ല അത് ഉപദേശിച്ചു തരേണ്ടത്, അങ്ങേക്ക് ഉപദേശിച്ചു തരാനുള്ള ആളെ ഭഗവാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ, അത് മൈത്രേയ മഹർഷിയാണ്, അദ്ദേഹത്തെ പോയി കാണൂ. മൈത്രേയ മഹർഷി അങ്ങേക്ക് വേണ്ട രീതിയിലുള്ള ഭഗവാന് അങ്ങയോട് എന്താ പറയാനുള്ളത് അത് മൈത്രേയ മഹർഷിയിൽ നിന്ന് അങ്ങേക്ക് കേൾക്കാം, ആ ഉപദേശം. അങ്ങനെ വിതുരർ മൈത്രേയ മഹർഷിയുടെ അടുത്ത് ചെന്നപ്പോൾ മൈത്രേയ മഹർഷിയാണ് വിതുരർക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ജനിച്ചന്ന് കാലം ഓരോ അവതാരങ്ങൾ എടുത്തു വന്ന കഥകളൊക്കെ മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ തമ്മിലുള്ള ആ സംഭാഷണം പിന്നീട് ആ ദ്വാപര യുഗത്തിന്റെ അവസാനത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അത് അവിടെ ഇരുന്ന് കേട്ട് സൂതമുനി കലിയുഗമായപ്പോൾ നൈമിഷാരണ്യത്തിലിരുന്ന് ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം മൈത്രേയ മഹർഷി ഇവിടെ പറയുകയാണ്, മൈത്രേയ ഉവാച മനോഹോ തു ശതരൂപായാം തിസ്രഃ കന്യാഃ ച ജജ്ഞിരേ ആകൂതി ദേവഹൂതിഃ ച പ്രസൂതി ഇതി വിശ്രുതഃ. അപ്പോൾ നമുക്ക് ശ്ലോകത്തിൽ തന്നെ അർത്ഥം മനസ്സിലാക്കാം. മനോഹോ തു എന്ന് വെച്ചാൽ സ്വയംഭുവ മനുവിൻ്റെ ശതരൂപ, അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയിൽ തിസ്ര 3 കന്യാശ്ച പുത്രിമാരെ ജജ്ഞിരെ ജന്മം കൊടുത്തു. സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയിൽ 3 പുത്രിമാർക്ക് ജന്മം കൊടുത്തു. അവരുടെ പേര് ആകൂതി എന്ന നാമം, ദേവഹൂതി, പ്രസൂതി. ഈ 3 പേരിൽ ഇതി വിശ്രുത, ഈ രീതിയിൽ പ്രസിദ്ധരായ ഈ 3 പേരിൽ പ്രസിദ്ധരായ 3 പെൺമക്കളായിരുന്നു അവരെന്ന്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വയംഭുവ മനുവും ശതരൂപയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് സൃഷ്ടികർമ്മം നടത്താൻ ഭൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വരാഹ അവതാരത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പോഴാണ് സ്വയംഭൂമനു ബ്രഹ്മാവിനോട് പറയാണ് ഭൂമിയെ തിരിച്ചു കൊണ്ടുവരണം, ഭൂമിയെ കാണാനില്ല എന്ന്. അപ്പോഴാണ് ബ്രഹ്മാവ് നോക്കുന്നത് ഭൂമി യഥാസ്ഥാനത്തില്ല, അവിടെ രസാതലത്തിൽ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ആ സമയം ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നാണ് വരാഹ അവതാരം ഉണ്ടായതും അങ്ങനെ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയൊക്കെ വധിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ആ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഇതൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം വരുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയുടെ കഥയെ ആദ്യം പറഞ്ഞു. പക്ഷേ ഇപ്പൊ നോക്കൂ, സ്വയംഭുവ മനുവിന് എത്ര പുത്രിമാരുണ്ട് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ, കണ്ടോ. അപ്പൊ അതിലൊരു പുത്രിയുടെ ജീവിതകഥ പറഞ്ഞു. ദേവഹൂതിയും കപിലവാസു കർദമ പ്രജാപതിയും വിവാഹം കഴിച്ചതും പുത്രനായിട്ട് 9 പെൺമക്കൾ ഉണ്ടായതും അവരെ വിവാഹം കഴിച്ചു കൊടുത്തതും പുത്രനായി കപിലവാസുദേവൻ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. കപില തത്വം വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അപ്പോൾ കഥ ഇങ്ങനെ
നിരയിലാണോ പോകണമെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വരേണ്ട ഭാഗങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ സ്വയംഭുവമനുവും ശതരൂപയിൽക്ക് 3 പെൺമക്കളാണ് ഉണ്ടായത്. ആകൂതി, ദേവഹൂതി, പ്രസൂതി, അവരാണ് ആ 3 പെൺമക്കൾ. ഇനി ശ്ലോകം 2 ആകൂതിം രുജയെ പ്രാതാത് അഭി ഭ്രാതൃമതിം നൃപഃ പുത്രികാധർമ്മം ആശ്രിത്യ ശതരൂപ അനുമോദിതഃ. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 പെൺമക്കളിലെ ആകൂതിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ആകൂതി എന്ന മകളെ രുജേ എന്ന മഹർഷിക്ക് പ്രദാത് വിവാഹം കഴിച്ചു കൊടുത്തു അഭി. എങ്കിൽ പോലും അവിടെ ഒരു നിബന്ധന വെച്ചു എന്ന് സ്വയംഭുവമനു. എന്താന്ന് വെച്ചാൽ നിബന്ധന ഇതായിരുന്നു, പുത്രികാധർമ്മം ആശ്രിത്യ. പുത്രികാധർമ്മം എന്ന നിബന്ധന ആ വ്യവസ്ഥയെ, ആ ഉടമ്പടി പ്രകാരം ശതരൂപ അനുമോദിത, തൻ്റെ പത്നിയായ ശതരൂപയോടുകൂടി സംസാരിച്ചു. എന്നിട്ട് അവരുടെ അനുമോദിത എന്ന് വെച്ചാൽ അവരുടെയും അനുവാദത്തോടുകൂടി പുത്രികാധർമ്മം എന്ന ഉടമ്പടി പ്രകാരം ഭ്രാതൃമതി എന്ന് വെച്ചാൽ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നൃപ സ്വയംഭുവമനു ആകൂതിയെ രുജയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് പുത്രികാധർമ്മം എന്ന ഉടമ്പടി പ്രകാരമാണ്. അതായത് പുത്രികാധർമ്മം എന്ന ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ആൺമക്കൾ ഇല്ല, പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പെൺമക്കളെ വളർത്തി വലുതാക്കി അതിലെ ആ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ പുത്രിക്ക് മകനാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ മകനെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം എന്ന വ്യവസ്ഥ. ഇതാണ് പുത്രികാധർമ്മം എന്ന വ്യവസ്ഥ. അന്നത്തെ കാലമാണ് കേട്ടോ, ആ യുഗത്തിൻ്റെ ആരംഭത്തിൽ. അപ്പം ആൺമക്കളില്ലെങ്കിൽ പെൺമക്കളെ വളർത്തി വലുതാക്കുക, അതിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ പുത്രിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ ആൺകുട്ടിയെ വളർത്താൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ആ പുത്രി കൊടുക്കണം. ഇതാണ് പുത്രികാധർമ്മം എന്ന ഉടമ്പടി. പക്ഷെ അത് ആൺമക്കളില്ലാത്ത അച്ഛനമ്മമാരാണ് സാധാരണ ചെയ്യുക. പക്ഷെ ഇവിടെ സ്വയംഭുവമനു തൻ്റെ ഭാര്യയായ ശതരൂപയോട് ആലോചിച്ച് അവരുടെ അനുവാദത്തോടു കൂടിയിട്ട്, ശരിക്കും സഹോദരന്മാരുണ്ടാകൂതിക്ക് ആരാണോ ഉത്താനപാദ മഹാരാജാവും പ്രിയവ്രത മഹാരാജാവും 2 പുത്രന്മാരുണ്ട് സ്വയംഭുവമനുവിന്. അവരുണ്ടായിരുന്നിട്ട് കൂടി, അതാണ് ഭ്രാതൃമതി അഭി, സഹോദരന്മാർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സ്വന്തം പുത്രിയായ ആകൂതിയെ രുജേ എന്ന മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് പുത്രികാധർമ്മം എന്ന ഉടമ്പടി പ്രകാരമാണ്. അതായത് ആകൂതിക്കും രുചി മഹർഷിക്കും ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണം, അച്ഛനും അമ്മയ്ക്കും സ്വയംഭുവമനുവിനും ശതരൂപയ്ക്ക് അവരെ ആ മകനെ വളർത്താൻ കൊടുക്കണം. ഈ ഉടമ്പടി പ്രകാരമാണ് ആകൂതിയെ രുജേ എന്ന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. അതിന് കാരണമുണ്ട്. പുത്രന്മാർ 2 പേരും ഉണ്ടായിട്ടും ഇവർ ആ ഉടമ്പടി വെക്കാൻ കാരണമുണ്ട്. ശ്ലോകം 3 പ്രജാപതിഹി സ ഭഗവാൻ രുചിഹി തസ്യ അജീജനത് മിഥുനം ബ്രഹ്മവർച്ചസ്വി പരമേണ സമാധിനഃ. പ്രജാപതിയായ സഹ ആ ഭഗവാൻ രുചി, ആ ഭഗവാനായിട്ടുള്ള മഹാമുനിയായ രുചി മഹർഷി തസ്യാം തൻ്റെ ഭാര്യയായ ആകൂതിയിൽ അജീജനത്ത് ജന്മം കൊടുത്തു എന്ന്. മിഥുനം എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും, ഒരു പുത്രനും പുത്രിക്കും ജന്മം കൊടുത്തു. ബ്രഹ്മവർച്ചസ്വി എന്ന് വെച്ചാൽ ആധ്യാത്മികമായി വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പരമേണ വളരെയധികം ശക്തിയുള്ള, അത്യധികം ശക്തിയുള്ള സമാധിന, ആ സമാധി അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ അവസ്ഥയിൽ ഇരിക്കുന്ന, അത്രയധികം ആധ്യാത്മികമായി ഉയർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന മഹാശക്തിമാനായിട്ടുള്ള ഭഗവാൻ രുചി മഹർഷി തൻ്റെ പത്നിയായ ആകൂതിയിൽ 2 പുത്രന്മാർ, 2 മക്കളെയാണ് ജനിപ്പിച്ചത്. അത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആയിരുന്നു. അതാണ് മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു പുത്രൻ ഒരു പുത്രി, അതാണ് മിഥുനം എന്ന് വിളിക്കുന്നത്. അങ്ങനെ 2 പേരെ ജന്മം നൽകി. ഇനി ശ്ലോകം 4. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, അതിൽ പുത്രിയെ മാത്രമേ ഇവർക്ക് വളർത്താൻ കിട്ടുള്ളൂ. ഈ ആകൂതിക്കും രുചി മഹർഷിക്കും പുത്രിയെ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. പുത്രനെ അച്ഛനും അമ്മയ്ക്കും സ്വയംഭുവമനുവിന് കൊടുക്കണം. കാരണം അത് ഉടമ്പടിയാണ്, പുത്രൻ ഉണ്ടായാൽ കൊടുക്കണം എന്നുള്ളത്. അപ്പം പുത്രനെ അവർ അങ്ങോട്ട് കൊടുക്കും. ശ്ലോകം 4. യഹ തയോഹോ പുരുഷഃ സാക്ഷാത് വിഷ്ണു യജ്ഞസ്വരൂപദൃക് യാ സ്ത്രീ സാ ദക്ഷിണ ഭൂതേ അംശഭൂത അനപായിനി.
യഹ ആരാണോ തയോ പുരുഷ, ആ തയോ എന്ന് വെച്ചാൽ ആ മക്കളിൽ, 2 മക്കളുണ്ടായിന്ന് പറഞ്ഞില്ലേ, ഒരു പുത്രനും പുത്രിയും. ആരാണോ ആ മക്കളിൽ പുരുഷ ആൺകുട്ടി, അത് സാക്ഷാൽ വിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. യജ്ഞസ്വരൂപദൃക്, യജ്ഞസ്വരൂപനായി അവതരിച്ച് യജ്ഞൻ എന്ന പേരിലാണ് ഉണ്ടായതെന്ന്. സാക്ഷാൽ മഹാവിഷ്ണു യജ്ഞസ്വരൂപനായിട്ട് യജ്ഞൻ എന്ന പേരിൽ ആകൂതിക്കും രുചി മഹർഷിക്കും പുത്രനായി പിറന്നു എന്നാം. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് അപ്പോൾ യജ്ഞൻ. ഇനി യഹ സ്ത്രീ, ആരാണോ അവരുടെ പെൺകുട്ടിയായി ജനിച്ചത്, സഹ അവൾ, ദക്ഷിണ അവളുടെ പേര് ദക്ഷിണ എന്നാണ്. അവളോ ഭൂതേ, ഭൂതേ എന്ന് വെച്ചാൽ ഐശ്വര്യലക്ഷ്മി, ലക്ഷ്മി ദേവിയുടെ അംശഭൂത, അംശാവതാരമായിട്ട് അനപായിനി, ഒരു കുറവുമില്ലാതെ ലക്ഷ്മി ദേവിക്കുള്ള എല്ലാ ഗുണങ്ങളോടും കൂടി ലക്ഷ്മി ദേവിയുടെ തന്നെ അംശാവതാരമായിട്ട് ദക്ഷിണ എന്ന പേരിലാണ് അവൾ ജനിച്ചത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ പുത്രനും പുത്രിയുമായിട്ട് ജനിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് അത് സഹോദരി സഹോദര ബന്ധമാണ്. പക്ഷെ ആ യുഗത്തിൻ്റെ, അതായത് ഇത് അത്രയും ആദ്യമാണ്, ഈ കലിയുഗത്തിൻ്റെ മുൻപല്ല ഉള്ള സമയമല്ല, ഇത് യുഗാരംഭമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് ഇപ്പം സ്വയംഭുവമനു ശതരൂപയും ഭാര്യയും ഭർത്താവാണ്. അവർ തന്നെ എങ്ങനെയുണ്ടായത്, ബ്രഹ്മാവിൻ്റെ ഒരു ശരീരത്തിൽ നിന്ന് അത് തന്നെ 2ആയി പകുത്ത് പുറത്തേക്ക് വന്നതാണ്, ഉണ്ടായതാണ് സ്വയംഭുവ മനുവും ശതരൂപയും. അതേപോലെ അവരാണ് വിവാഹം, അവരിലൂടെയാണ്, കാരണം ആ ഒരു സ്ത്രീ പുരുഷനിലൂടെ, സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ വേണം ഇനി സൃഷ്ടികർമ്മം നടക്കാൻ. അതാണ് ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പകുത്ത് വന്നത്. അതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒരേ ശരീരം തന്നെ എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ തലം അതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ആകൂതിയും രുചി മഹർഷിയും വിവാഹം കഴിച്ചപ്പോൾ ഒരു പുത്രനും പുത്രിയാണ് ഉണ്ടായത്. ആ പുത്രൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരം യജ്ഞസ്വരൂപനായ യജ്ഞൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി പുത്രിയായി ജനിച്ചത് മഹാലക്ഷ്മിയുടെ അംശാവതാരമായ ദക്ഷിണ, ലക്ഷ്മി ദേവിക്കുള്ള എല്ലാ ഗുണങ്ങളോടും കൂടി ദക്ഷിണയായി അവതരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ പുത്രനായ യജ്ഞനെ സ്വയംഭുവമനു കൊണ്ടുപോയി അവർ വളർത്തും. അതാണ് ശ്ലോകം 5. ആനിന്യേ സ്വഗൃഹം പുത്ര്യാ പുത്രം വിദധരോജിഷം സ്വയംഭൂവഃ മുദായുക്തോ രുചി ജഗ്രാഹ ദക്ഷിണാം. ആനിന്യേ എന്ന് വെച്ചാൽ കൊണ്ടുവന്നു, സ്വഗൃഹം സ്വന്തം വീട്ടിലേക്ക്, പുത്ര്യ പുത്രിക്ക് ജനിച്ച പുത്രനെ, പുത്രി തൻ്റെ മകളായ ആകൂതിക്ക് ജനിച്ച പുത്രനെ, യജ്ഞനെ, വിദധരോജിഷം അത്യധികം മനോഹരമായത് എന്നാണ്. അപ്പൊ യജ്ഞനെ കാണാൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ, നല്ല ഭംഗിയുണ്ട് ആ മകനെ കാണാൻ. അപ്പൊ തൻ്റെ പുത്രിയായ ആകൂതി പ്രസവിച്ച യജ്ഞൻ എന്ന ആ മകനെ സ്വയംഭൂവ മനു മുദായുക്തോ വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ സ്വയംഭുവ മനുവും ശതരൂപയും കൂടിയാണ് ഈ പേരക്കുട്ടീനെ യജ്ഞനെ വളർത്തിയത്. അതേസമയം രുചി മഹർഷിയും ആകൂതിയും ദക്ഷിണാം ജഗ്രാഹ, ദക്ഷിണ പുത്രിയെ അവർ വളർത്തി, ദക്ഷിണയെ ജഗ്രാഹ എന്ന് വെച്ചാൽ അവർ വളർത്തി. അപ്പോൾ അവർക്ക് ദക്ഷിണയെ വളർത്തി, യജ്ഞനെ സ്വയംഭുവ മനുവും വളർത്തി എന്നർത്ഥം. ഇനി ശ്ലോകം 6. താം കാമയാനാം ഭഗവൻ ഉവാഹ യജുഷാം പതിഹി തുഷ്ടായാം തോഷം ആപന്നഃ അജനയത് 12 ആത്മജാൻ. താം അതിൽ ആ ദക്ഷിണയെ, കാമയാനാം തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ, യജുഷാം പതി എല്ലാ യജ്ഞങ്ങളുടെയും പതിയായ ഭഗവാൻ യജ്ഞൻ, കാമയാനാം തന്നെ ആഗ്രഹിച്ചു കഴിയുന്ന താം ആ ദക്ഷിണയെ ഉവാഹ വിവാഹം ചെയ്തു. അപ്പോൾ ഇവിടെ സ്വയംഭുവ മനുവിൻ്റെ പേരക്കുഞ്ഞായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഭഗവാൻ യജ്ഞൻ, ദക്ഷിണ അവിടെ തന്നെ കാത്തിരിക്കാന്ന് യജ്ഞനറിയാം. കാരണം യജ്ഞൻ യഥാർത്ഥത്തിൽ ആരാ, മഹാവിഷ്ണുവാണ്. അപ്പം ലക്ഷ്മി ദേവിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഞാനില്ലാണ്ടെന്ന് യജ്ഞനറിയാം. അപ്പം താൻ വിവാഹം കഴിക്കാൻ വരാൻ കാത്തിരിക്കുന്ന ദക്ഷിണയുടെ അടുത്തേക്ക് ചെന്ന് യജ്ഞൻ അങ്ങനെ ദക്ഷിണയെ വിവാഹം കഴിച്ചു. തുഷ്ടായാം തോഷം, അതായത് അത്യധികം സന്തോഷത്തോടു കൂടി അവരങ്ങനെ ആപന്നഹ ജീവിച്ചിട്ട്, അജനയത്ത് അവർ ജന്മം നൽകിയെന്ന് 12 ആത്മജാൻ, 12. പറഞ്ഞോളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആങ്ങളെയും പെങ്ങളും എന്ന കൺസെപ്റ്റ് ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന മക്കള്, പുത്രനും പുത്രിയും സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ളത് നമുക്ക് ആരാ പറഞ്ഞു തന്നെ? അച്ഛനും അമ്മയും. ഇത് നിൻ്റെ ബ്രദറാണ്, സിസ്റ്ററാണ് അല്ലേ?
നമ്മുടെ അച്ഛനും അമ്മയല്ലേ നമുക്ക് പറഞ്ഞു തന്നെ. അവർക്കാരോ പറഞ്ഞു കൊടുത്തേ? അവരുടെ അച്ഛനും അമ്മയും. അവർക്കാരോ പറഞ്ഞു കൊടുത്തേ? അവരുടെ അച്ഛനും അമ്മയും അല്ലേ? ഇത് ഈ തലമുറകൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു കുറേ യുഗങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോൾ വന്നിട്ടുള്ള, അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അതിങ്ങനെ കുറേ യുഗങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് വന്നപ്പോൾ വന്ന മാറ്റാണെന്നിത്. ഈ സംഭവം നടക്കുന്ന സമയം ഏതാ? ബ്രഹ്മാവ് 1000 ചതുർയുഗങ്ങളിൽ 500 ചതുർയുഗം കഴിഞ്ഞു, പകുതി കഴിഞ്ഞു. അതിൻ്റെ ബാക്കി അർദ്ധം വരുന്ന ബാക്കി പകുതി, അതായത് എന്താ പറയുക, പാത്മയുഗം എന്നാണ് ഇതിനെ വിളിക്കുക. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരപ്പൂവിലുണ്ടായി അവിടെ ഇരുന്നു കൊണ്ട് സൃഷ്ടികർമ്മം നടത്താൻ ആരംഭിച്ച യുഗം. അതുകൊണ്ട് ഈ ലാസ്റ്റ് വരുന്ന 500 യുഗങ്ങളെ അതിനെ പത്മയുഗം, പത്മത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മാവ് ഉണ്ടായതാണ്. അങ്ങനെ ഇരുന്ന് ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടികർമ്മമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭമാണ് ഈ പറയണേന്ന് ആലോചിക്കണം. ഈ യുഗവും ഈ കലിയുഗവും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ദ്വാപരയുഗത്തിൻ്റെ കാര്യമല്ലേ ഈ പറയുന്നത്. അന്നത്തെ ആ 500 തൊട്ടിട്ടുള്ള ആ കലിയുഗത്തിൽ ആ ഒരു 500 യുഗങ്ങൾ വരുന്നുണ്ടല്ലോ, നേർപകുതി. അതിലെ പത്മയുഗത്തിലെ ഏറ്റവും ആദ്യത്തെ സത്യയുഗത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ബ്രഹ്മാവ് ഉണ്ടായി സൃഷ്ടി തുടങ്ങുകയാണ്. ആ കാലമാണ്. അന്ന് എത്രയോ കാലങ്ങൾ മുന്നേ ആണെന്ന് ആലോചിക്കണം. വർഷങ്ങൾ തന്നെ എത്രയോ യുഗങ്ങൾ മുന്നേ ആണെന്ന് ആലോചിക്കണം. അവിടെ ഏറ്റവും ആദ്യം സ്വയംഭൂവമനുവും ശതരൂപയും ഉണ്ടായത് എങ്ങനെയാ സൃഷ്ടി നടത്താനായിട്ട്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മാവിനെ തന്നിലൂടെ നടത്തേണ്ട സൃഷ്ടി അങ്ങോട്ട് വേണ്ട വിധം പോലെ നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് കുറേ നേരം തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, മനനം ചെയ്ത് ബ്രഹ്മാവിന് മനസ്സിലായി, ഇനി ഞാനല്ല സൃഷ്ടികർമ്മം നടത്തേണ്ടത്. അതാണ് മനനം ചെയ്ത് മനസ്സിലാക്കുക. സ്വയം ചിന്തിച്ചു മനനം ചെയ്ത് മനസ്സിലാക്കി, സൃഷ്ടി എന്ന എൻ്റെ കർമ്മം ഇവിടെ അവസാനിച്ചു. ഇനി ഞാനല്ല ചെയ്യേണ്ടത്, എൻ്റെ മക്കളിലൂടെ. അതായത് ഇപ്പോൾ ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെയാണോ? അല്ല. അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ പ്രസവിച്ച് അങ്ങനെ ഇനി സൃഷ്ടികർമ്മം നടക്കേണ്ട ഒരു സമയമായി. അതുകൊണ്ട് ഞാൻ നടത്തുന്ന സൃഷ്ടികർമ്മം ഇവിടെ അവസാനിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഒരു സ്ത്രീയെയും പുരുഷനെയും ഇനി ബ്രഹ്മാവ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരം തന്നെ 2ആയി പിരിഞ്ഞു. ആ പിരിഞ്ഞതാണ് ഒന്ന് സ്വയംഭൂവമനുവും ശതരൂപയും. അപ്പം രണ്ടുപേരുടെ അച്ഛനല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ആങ്ങളെയും പെങ്ങളല്ലേ. പക്ഷേ സൃഷ്ടിയാണ് ഇവിടെ നടക്കേണ്ട. ഈ ആങ്ങളെ പെങ്ങളെ കൺസെപ്റ്റൊക്കെ നമ്മൾ അതിന് ശേഷം കുറേ യുഗങ്ങൾ കഴിഞ്ഞ് വന്നിട്ടുള്ളതാ. അന്ന് ആദ്യത്തെ ഒരു ആണും പെണ്ണും ഉണ്ടാവണ്ടേ? അപ്പം അത് ആങ്ങളെയും പെങ്ങളെയും ആയിട്ട് ഇരുന്നാൽ എങ്ങനെയാ സൃഷ്ടികർമ്മം നടക്കുക? ഏറ്റവും ആദ്യത്തെ പുരുഷനും സ്ത്രീയുമാണ്. ഇനി അവരുടെ ശാരീരിക ബന്ധത്തിലൂടെയാണ് ഇനി സൃഷ്ടി നടക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായത് ഒരു അച്ഛനിൽ നിന്നാണ്. അതാണ് ബ്രഹ്മാവ്. അത് കഴിഞ്ഞ് ആ 2 പേരിൽ നിന്നുമാണ് അവരുടെ പുത്രിമാരുടെ കഥയാണ് ഈ പറയുന്നത്. മനസ്സിലായ? അപ്പം ഇവിടെ ആകൂതിക്ക് ജനിച്ചത് ഒരു പുത്രനും പുത്രിയും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ, പക്ഷെ അത് ശരിക്കും അവതരിച്ചത് ആരായിരുന്നു എന്നാണ് പറയുന്നത്? മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയാണ് ആണും പെണ്ണുമായിട്ട് അവിടെ അവതരിച്ചത്. മനസ്സിലായ? അപ്പോൾ അവർ ആണും പെണ്ണുമാണോ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആങ്ങളെയും പെങ്ങളല്ലേ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ഥൂല ശരീരത്തെ, ഈ ഫിസിക്കൽ ബോഡിയെ നോക്കുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും പിറന്ന ആണും പെണ്ണും. പക്ഷെ അന്നത്തെ യുഗം ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. അതെ, ആദവും ഹവയും. അപ്പോൾ ആങ്ങളെയും പെങ്ങളാവാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഭഗവാന്റെ അവതാരമാണ്. അവിടെ ആങ്ങളെയും പെങ്ങളും എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമാണ് ആൺകുട്ടിയായും പെൺകുട്ടിയായും ജനിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ജനിച്ച് പിന്നീട് അവർ വിവാഹം കഴിക്കണം. കാരണം അവരിനെയാണ് വിവാഹം കഴിക്കേണ്ടത്. അതാണ് ദക്ഷിണ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഭഗവാൻ യജ്ഞം ചെല്ലുന്നത് നോക്കിയിട്ട് തന്നെ വിവാഹം കഴിക്കാൻ വരും നോക്കിയിട്ട്. കാരണം അവർക്കറിയാം അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന്. അവർക്കറിയാമെന്ന്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു നമുക്കറിയോ?
നമുക്കറിയോ? അതിൻ്റെ മുന്നത്തെ ജന്മത്തിൽ ആരായിരുന്നു നമുക്കറിയോ? ഇല്ല. നമ്മളാകുന്ന ആത്മാവ് ഇതിനു മുൻപ് ഏതൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ആയിരുന്നു നമുക്കറിയില്ല. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സ് ഒരുപാട് മാലിന്യം, മായയാകുന്ന മാലിന്യം കൊണ്ട് മറയ്ക്കപ്പെട്ടത് കൊണ്ട് മുന്നേയൊക്കെ നമ്മൾ ആരായിരുന്നു എന്ന് അറിയില്ല. പക്ഷെ നമ്മളെ പോലെയാണോ യുഗത്തിൻ്റെ ആരംഭത്തിൽ അവര്? അല്ലല്ലോ. സ്വയംഭുവ മനു ഈ ഭൂമിയുടെ ചക്രവർത്തി പ്രജാപതി, ആ പ്രജാപതിയുടെ മകളാണ്. മനസ്സിലായോ? അപ്പോൾ അവരുടെയൊക്കെ ഉള്ളില് അവരാരൊക്കെയാണ്, നമ്മൾ ചിന്തിക്കുന്ന നോർമൽ ഭൗതിക ചിന്തയല്ലാന്ന്. അവരുടെ തലം വേറെ. അത് എങ്ങനെയാ പറയാ? അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാ. അപ്പൊ അവരാരൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ അവർക്കറിയാം. ആ ഭൗതികമായ ആസക്തി ഇല്ലാത്തവരാണ് അവര്. മനസ്സിലായോ? അപ്പോൾ അവരുടെ പുത്രനും പുത്രിയായിട്ട് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവി അവതരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഊഹിച്ചു നോക്കിയേ. അപ്പോൾ അംശാവതാരം എടുക്കുകയാണ്. അപ്പോൾ എത്രയോ ശ്രേഷ്ഠ ജന്മമാണ്. ആകുതിയുടെയും രുചി മഹർഷിയുടെയും സമാധി അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന മഹർഷിയാണ് രുചയ മഹർഷി എന്ന് ഇപ്പം പറഞ്ഞില്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭഗവാൻ തന്നെയാണ് പുത്രനും പുത്രിയായിട്ട് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച് അവരങ്ങനെ വിവാഹം കഴിച്ച് അവർക്ക് 12 ആത്മജാൻ, 12 പുത്രന്മാരുണ്ടായി. ഭൗതികമായ വിചാരധാര അന്നത്തെ കാലത്തേക്ക് കൂട്ടിയിണക്കരുത്. ആ കാലവും ഈ ജനിക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർക്കണം. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ഭൂമിയുടെ ചക്രവർത്തിയായിട്ട് ഒരു രാജാവ് ഭരിക്കാന്ന്? ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പറ്റണില്ല നമ്മളത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക്. ഒരാൾക്ക് വളരെ ഭംഗിയായിട്ട് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പറ്റണ്ട. അന്ന് ഭൂമിക്കായിരുന്നു ചക്രവർത്തി, ഭൂമിയുടെ ചക്രവർത്തിയായിരുന്നു. അപ്പം ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇത്രയും മനോഹരമായി ഈ ഭൂമിയെ ഭരിച്ചു കൊണ്ടുപോയ രാജാവ് എന്ന് പറയുമ്പോൾ അതൊക്കെ വേറൊരു തലല്ലേ. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. ഈ കയുഗത്തിന് സങ്കല്പിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് ആ ഒരു ഭഗവാൻ തന്നെ ജനിക്കുന്നു, പുത്രനും പുത്രിയായിട്ട് അവർ തന്നെ എന്നിട്ട് വിവാഹം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ദ്വാപര യുഗത്തിൽ നോക്കി നോക്കൂ, കൃഷ്ണൻ എത്രയോ വിവാഹം കഴിച്ചു അല്ലേ? എത്രയോ പേരെ വിവാഹം കഴിച്ചു കൃഷ്ണൻ. ആ 8 പേരെ നോർമലി വിവാഹം കഴിച്ചു. പിന്നെ മറ്റേതിന്ന് ആ രാക്ഷസൻ കൊണ്ടുപോയ, അസുരൻ കൊണ്ടുപോയി തടവിലാക്കിയ സ്ത്രീകളെയും വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തയാണോ? അതെന്താന്ന് വെച്ചാൽ ഈ വിവാഹം കഴിച്ച ഈ 8 സ്ത്രീകൾ എന്ന് പറയുന്നതൊക്കെ ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങളാ. അത് ഭഗവാൻ അറിയാം. അപ്പം അവരെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഈ ഭൂമിയിൽ രുക്മിണിയായും രാധയായും പല പല രൂപത്തിൽ വന്ന് അവതരിച്ചിരിക്കുകയാണ്. അപ്പം അത് ലക്ഷ്മി ദേവിയുടെ അവതാരം. വേറൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ തന്നെ വിവാഹം കഴിക്കണം. അത് അവർക്കറിയാം. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ നോർമൽ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധത്തെ എത്ര കല്യാണം കഴിച്ചേ എന്ന് തോന്നും. കാരണം എന്താ? നമ്മൾ ആ സ്ഥൂല ശരീരേ കാണുന്നുള്ളൂ. അതിനപ്പുറത്തെ ആത്മാവ് അത് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റണില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ രുചിക്കും ആകൂതിക്കും പിറന്ന എന്താണ് നമ്മൾ പറഞ്ഞത്? അവർ തന്നെയല്ലേ? സോറി. ദക്ഷിണയെ, അവർക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായി, യജ്ഞനും ദക്ഷിണയും. അതിൽ യജ്ഞൻ എന്ന മകൻ ദക്ഷിണയെ വിവാഹം കഴിച്ചു. അവർക്ക് 12 മക്കളുണ്ടായി എന്ന് പറയുന്നു. ഇനി ശ്ലോകം 7 12 പേരുടെ പേരാണ് പറയുന്നത്. തോഷഃ, പ്രദോഷഃ, സന്തോഷഃ, ഭദ്രഃ, ശാന്തിഃ, ഇടസ്പതിഃ, ഇത്മഃ, കവിഃ, വിഭുഃ, സ്വപ്നഃ, സുദേവഃ, രോചനോ, ദ്വിഷട്ട്. തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, പിന്നെ ശാന്തി, ഇടസ്പതി, ഇത്മൻ, കവി, വിഭു, സ്വപ്നൻ, സുദേവൻ, രോചനൻ എന്നിങ്ങനെ ദ്വിഷഡ്. 6 ദ്വിഷഡ് എന്ന് വെച്ചാൽ 6 × 2. അങ്ങനെയാണ് ആ 12 മക്കൾ. അപ്പം യജ്ഞൻ ദക്ഷിണയ്ക്കും 12 മക്കളുണ്ടായത് ഇവരാണ്. ഇനി ഈ 12 മക്കൾ ആരായിരുന്നു എന്നാണ് അടുത്ത 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 8 തുഷിതാ നാമ തേ ദേവ ആസൻ സ്വായംഭൂവ അന്തരേ മരീചി മിശ്രഃ ഋഷയഃ യജ്ഞഃ സുരഗണ ഈശ്വരഃ. സ്വായംഭൂവ അന്തരേ എന്ന് വെച്ചാൽ സ്വായംഭൂവ മനുവിൻ്റെ ആ മന്വന്തരം, ഈ 1000 ചതുർയുഗമാകുന്ന കാലഘട്ടം,
ആ കാലഘട്ടത്തിൽ 14 മനുക്കളിലൂടെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതിൽ 14 മനുക്കളാണ് ഈ 1000 ചതുർയുഗങ്ങളുടെ കാലഘട്ടം. ഒരു മനുവിന് 71 ചതുർയുഗങ്ങളാണ് ഒരു മനുവിൻ്റെ കാലഘട്ടം. അങ്ങനെ 14 മനുവിൻ്റെ കാലഘട്ടം, അങ്ങനെയാണ് 1000 ചതുർയുഗം പൂർത്തിയാവുന്നത്. ഇതിൽ സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരത്തിൽ അതാണ് പറയുന്നത്, സ്വയംഭുവ അന്തരേ തുഷിതാ നാമ തേ ദേവ, തുഷിതന്മാർ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ദേവൻ, തേ അവർ, ദേവ ദേവന്മാർ, ആസൻ ആയി തീർന്നു എന്ന്. അതായത് ഈ യജ്ഞൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ യജ്ഞനും ലക്ഷ്മി ദേവിയുടെ അവതാരമായ അംശാവതാരമായിരിക്കുന്ന ദക്ഷിണയും വിവാഹം കഴിച്ചുണ്ടായ 12 മക്കൾ എന്ന് പറയുന്നത് സ്വയംഭുവ മനുവിൻ്റെ മന്വന്തര ദേവന്മാർ, തുഷിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവന്മാർ ആയിരുന്നു. കഴിഞ്ഞിട്ടില്ല. മരീചി മിശ്രഹ ഋഷയ, അന്നത്തെ പ്രധാനപ്പെട്ട മഹർഷിമാർ മരീചി മുതലായ മഹർഷിമാരായിരുന്നു ആ മന്വന്തരത്തിലെ. പിന്നെ യജ്ഞ സുരഗണ ഈശ്വര, സുരഗണ ദേവന്മാരുടെ ഗണത്തിൻ്റെ ഈശ്വരൻ, ദേവന്മാരുടെ ഗണത്തിൻ്റെ നേതാവ് ഈശ്വരൻ രാജാവ് ആരാ? ദേവേന്ദ്രൻ. അന്നത്തെ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് യജ്ഞനാണ്. അതായത് ഈ യജ്ഞൻ്റെയും ദക്ഷിണയുടെയും പുത്രന്മാരാണല്ലോ ഈ 12 പേര്. ഈ യജ്ഞനാണ് അന്ന് ദേവേന്ദ്രനായി അവതരിച്ചത്. പറഞ്ഞതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു 1000 ചതുർയുഗം എന്ന കാലഘട്ടം. ഈ 1000 ചതുർയുഗം എന്ന കാലഘട്ടത്തിലെ 14 മനുക്കൾക്കായിട്ടാണ് തരംതിരിച്ചു കൊടുത്തിരിക്കണേന്ന് പറഞ്ഞു. ഒരു മനുവിൻ്റെ അധീനതയിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 71 ചതുർയുഗമാണ്. ആ 71 ചതുർയുഗം അതായത് 1000 സത്യ ത്രേതാ ദ്വാപര കലിയുഗം. അപ്പോൾ ഒരു പ്രാവശ്യം, വീണ്ടും സത്യം ത്രേതാ ദ്വാപര കലിയുഗം 2 പ്രാവശ്യം, അങ്ങനെ 71 പ്രാവശ്യം വരുന്നതാണ് ഒരു മനുവിൻ്റെ മന്വന്തരം എന്ന് പറയുന്നത് കാലഘട്ടം. ഒരു മനുവിൻ്റെ കാലഘട്ടത്തെയാണ് മന്വന്തരം എന്ന് വിളിക്കുന്നത്. 71 ചതുർയുഗം. പിന്നെ രണ്ടാമത്തെ മനു വരും. ആ മനുവിൻ്റെ കാലഘട്ടം ഇതേപോലെ തന്നെ 71 സംതിങ് ആണ് വരുന്നത് ആ കാലഘട്ടം. ആ മന്വന്തരം, രണ്ടാമത്തെ മനുവിൻ്റെ മന്വന്തരം. ഇത്രയും ചതുർയുഗം, 71 ചതുർയുഗം. പിന്നെ മൂന്നാമത്തെ മനു വരും. അങ്ങനെ 14 മനുക്കളുടെ കാലഘട്ട മന്വന്തരങ്ങളാണ് ഈ 1000 ചതുർയുഗം എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ മനു വരുമ്പോൾ ആരാണോ ആ മനുവാണ് അന്ന് പ്രജാപതി. ആ മനുവാണ് പ്രജാപതി. ആ ഫസ്റ്റത്തെ മനു പ്രജാപതി. അദ്ദേഹമാണ് ഭൂമിയുടെ ചക്രവർത്തി. അദ്ദേഹത്തിൽ നിന്നുമാണ് പ്രജാപതി എന്ന് വെച്ചാൽ പ്രജകളുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയായിട്ടാണ് ആ മന്വന്തരത്തിൽ എല്ലാവരും ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആദ്യത്തെ മനുവിൻ്റെ വംശപരമ്പര, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, എത്ര മക്കളുണ്ടോ അവരൊക്കെ വിവാഹം കഴിച്ചതിലുള്ള മക്കൾ. അങ്ങനെയാണ് ഈ 71 ചതുർയുഗങ്ങളുടെ വംശപരമ്പര എന്ന്. മനസ്സിലായോ? ഈ 71 ചതുർയുഗങ്ങളുടെ വംശപരമ്പര എന്ന് പറയുന്നത് ആദ്യത്തെ ഏറ്റവും ആ ചതുർയുഗത്തിൻ്റെ ആ മന്വന്തരത്തിൻ്റെ അധിപനായിട്ടുള്ള മനുവിൻ്റെ വംശപരമ്പരയായിട്ടാണ് ഈ 71 ചതുർയുഗങ്ങൾ പൂർത്തിയാകുന്നത് വരെയുള്ള മുഴുവൻ പ്രജകളും ജനിക്കുന്നത്. അപ്പോൾ ഈ സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായ ആകൂതിയും രുചി മഹർഷിയും വിവാഹം കഴിച്ച് അതിലുണ്ടായ യജ്ഞനും ദക്ഷിണയും അവർക്കുണ്ടായ 12 മക്കളാണ് അന്നത്തെ ദേവന്മാർ. സ്വർഗത്തിൽ വസിക്കുന്ന 14 ലോകങ്ങളിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദേവന്മാർ, തുഷ്ടന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന, തുഷിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവന്മാർ ഈ യജ്ഞനും ദക്ഷിണയ്ക്കും ഉണ്ടായ 12 മക്കളാണ്. അന്നത്തെ ദേവേന്ദ്രൻ യജ്ഞൻ, മഹാവിഷ്ണു തന്നെ യജ്ഞനായി അവതരിച്ചിട്ടാണ് അന്ന് ഇന്ദ്രനായിട്ട് ദേവേന്ദ്രനായിട്ട് ഇരുന്നിരുന്നത്. മരീചി മുതലായ മഹർഷിമാരായിരുന്നു ആ കാലഘട്ടത്തിലെ നമ്മൾ പ്രധാനപ്പെട്ട 7 മഹർഷിമാരുടെ പേര് പറയില്ല, സപ്തഋഷികളായിട്ടൊക്കെ ഇരുന്നിരുന്നത്. ഇത് ആ സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരം. അത് കഴിഞ്ഞ് ആ 71 ചതുർയുഗം കഴിഞ്ഞ് പിന്നത്തെ മനു വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ മനുവിൻ്റെ വംശപരമ്പരയിൽ പെടുന്നവരായിരിക്കും ദേവന്മാർ, സ്വർലോകവാസികളായ ദേവന്മാർ. ദേവേന്ദ്രൻ മാറുന്നു, അതുപോലെ തന്നെ എല്ലാ ആളുകളും മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കണമെന്ന് വെച്ചാൽ അതുവരെ ആ ആദ്യത്തെ 71 ചതുർയുഗത്തിൽ ദേവേന്ദ്രൻ ആ ഒരാളായിരുന്നു, യജ്ഞനായിരുന്നു. പക്ഷെ പിന്നത്തെ മന്വന്തരം വരുമ്പോൾ പിന്നത്തെ മനുവിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്ന ആളായിരിക്കും ദേവേന്ദ്രനായിട്ട് വരിക.
അപ്പൊ ഇന്ദ്രൻ എന്ന് പറഞ്ഞത് എന്നും എക്കാലത്തും ഒരാളല്ല എന്ന്. ഓരോ മന്വന്തരങ്ങളിലും ഇന്ദ്രന്റെ സ്ഥാനം മാറുന്നുണ്ട്. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജനിച്ചു മരിക്കുന്ന പോലെയല്ല. ഓരോ മന്വന്തരങ്ങൾ കഴിയുമ്പോഴും ദേവലോകത്ത് സ്വർഗത്തിന്റെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഭൂമിയിൽ ജനിക്കുക മരിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 100 വയസ്സൊക്കെ ആയുസ്സൊക്കെ കണക്കാക്കല്ലോ. പക്ഷേ 14 ലോകങ്ങളിൽ നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള സ്വർലോകത്തിലുമുള്ളവർക്കും ഇതുപോലെ ദേവന്മാരും ഇന്ദ്രനും ഒക്കെ ആയുസ് 71 ചതുർയുഗം കഴിഞ്ഞ് ഒരു മന്വന്തരം കഴിയുമ്പോൾ അവരുടെ ആയുസ് മാറുന്നുണ്ട്. അവർ പുതിയ ആൾക്കാരായി മാറുന്നുണ്ട്. ആ പോസ്റ്റിലേക്ക് ദേവേന്ദ്രന്റെ സ്ഥാനത്ത്, ദേവന്മാരുടെ സ്ഥാനത്ത് വേറെ ആൾക്കാരാണ് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെയും ഒന്നും ശാശ്വതമായിട്ട് അവിടേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ശാശ്വതമാണ് എന്നില്ല. അത് നമ്മൾ മുന്നേ പഠിച്ചു. അവിടെ മാത്രമല്ല, ബ്രഹ്മലോകം പോലും പൂർണ്ണമായും ശാശ്വതമാണോ? അല്ല. ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നതോടുകൂടി അതും ഇല്ലാതാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ലോകങ്ങളൊക്കെ ഇല്ലാതാകുന്നും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നും ഉണ്ട് എന്നർത്ഥം. ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി ഇതിലെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെ സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരത്തിൽ യജ്ഞൻ, അദ്ദേഹത്തിൻ്റെ ആകൂതിയുടെ പുത്രനായ യജ്ഞനാണ് ഇന്ദ്രനായിട്ടിരുന്നത്. അവരുടെ മക്കളായ 12 പേരാണ് ദേവന്മാരായിട്ടിരുന്നത്. മരീചി മുതലാണ് അന്നത്തെ സപ്തഋഷികളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ ആ ഭാഗങ്ങളൊക്കെ? ഇനി ശ്ലോകം 9. പ്രിയവൃത ഉത്താനപാദൗ മനുപുത്രോ മഹൗജസൗ തത്പുത്ര പൗത്ര നപ്തൃണം അനുവൃത്തം തദന്തരം. ഇനി മനുപുത്ര, മനുവിൻ്റെ, സ്വയംഭുവ മനുവിന് 3 പെൺകുട്ടികൾ മാത്രമല്ല 2 പുത്രന്മാരുണ്ട് അല്ലേ? ഉത്താനപാദനും പ്രിയവൃതനും. അവർ രണ്ടുപേരും മഹാഓജസ, മഹാശക്തന്മാരായിട്ടുള്ള പ്രിയവൃതനും ഉത്താനപാദനും തത് അവരുടെ പുത്രന്മാർ, പൗത്ര പേരക്കുട്ടികൾ, നപ്തൃണാം അവരുടെ മക്കള് അങ്ങനെ അനുവൃത്തം വ്യാപിച്ചു തദന്തരം മനുവിൻ്റെ കാലം. മനുവിൻ്റെ മന്വന്തരത്തില് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളുടെ പുത്രന്മാർ, പേരക്കുട്ടികൾ, അവരുടെ മക്കള് എന്നുള്ള രീതിയിൽ പ്രജകൾ അങ്ങനെ ആ സ്വയംഭുവ മന്വന്തരത്തിൽ ഭൂമി മുഴുവൻ പ്രജകളാൽ വ്യാപിച്ചു. ഭൂമിയിൽ മാത്രമല്ല, ദേവലോകത്തിലെ ദേവേന്ദ്രനായും ദേവന്മാരും ഒക്കെ ഈ സ്വയംഭുവ മനുവിൻ്റെ മക്കളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ആൺമക്കളുടെ പുത്രന്മാരാലും അവരുടെ പേരക്കുട്ടികളുടെ മക്കളാലും പ്രജകൾ അങ്ങനെ വ്യാപിച്ചു എന്നർത്ഥം. ഇനി ശ്ലോകം 10. ഇനി നമുക്കറിയുന്ന ആളാണ് ദേവഹൂതി. അപ്പോൾ ആകൂതിയുടെ ചരിതമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒരു മോളുടെ, പിന്നെ ആൺകുട്ടികളുടെ 2 പേരുടെയും പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റത്തെ 9ാമത്തെ ശ്ലോകത്തിൽ. ഇനി 3 പെൺമക്കളിൽ അടുത്തത് ദേവഹൂതി. അത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ദേവഹൂതിയും അതാത് താതാ കർദമായ ആത്മജാം മനുഹു തത് സംബന്ധി ശ്രുതപ്രായം ഭവതാ ഗദദഹ മമഹ. ദേവഹൂതിയെ അതാത് വിവാഹം ചെയ്തു കൊടുത്തു. താതാ, അതായത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ വിതുരരെ, കർദമ പ്രജാപതിക്ക്, മഹർഷിക്ക്, ആത്മജാം മനു, സ്വയംഭുവ മനു ആത്മജ, തൻ്റെ പുത്രിയായ ദേവഹൂതിയെ കർദമ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തത് സംബന്ധി അവരെ സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മമ ഗദദഹ ഞാൻ പറഞ്ഞു തന്നത്, ശ്രുതപ്രായം അങ്ങ് കേട്ടുവല്ലോ, ശ്രദ്ധിച്ചു കേട്ടുവല്ലോ, ഭവത അങ്ങ്, ഭവത എന്ന് വെച്ചാൽ അങ്ങ്. അപ്പോൾ സ്വയംഭുവ മനു തൻ്റെ പുത്രിയായ ദേവഹൂതിയെ കർദമ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ ജീവിതകഥയെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് നേരത്തെ പറഞ്ഞു തന്നു, അത് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടുവല്ലോ എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 11. ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതി ഭഗവാൻ മനുഹു പ്രായച്ഛത് യത് കൃത സർഗത്രിലോക്യാം വിദതഃ മഹാൻ. ഇനി ഒരു മകളും കൂടിയില്ലേ? ആകൂതി, ദേവഹൂതി കഴിഞ്ഞു. അടുത്ത മകള് പ്രസൂതി, അവളുടെ കാര്യമാണ് പറയുന്നത്. ദക്ഷായ, ദക്ഷ പ്രജാപതിക്ക്, ബ്രഹ്മപുത്രായ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷ പ്രജാപതിക്ക്, അതായത് ബ്രഹ്മാവ് ആ രുദ്രന് ജന്മം നൽകിയിട്ട് രുദ്രൻ തമോ ഗുണരൂപമുള്ള സൃഷ്ടി നടത്താൻ തുടങ്ങിയപ്പോൾ അരുത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പോയി തപസ് ചെയ്യൂ, തപസ് ചെയ്ത് എങ്ങനെയാണ് സൃഷ്ടി കർമ്മം നടത്തേണ്ടതെന്ന് ഈശ്വരേച്ഛയനുസരിച്ച് ആ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു രുദ്രനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് 10 മഹർഷിമാർക്ക് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായി ജനിച്ചത്. അതിൽ ദക്ഷൻ വരുന്നുണ്ട്. അതാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്ക് ഭഗവാൻ സ്വയംഭുവ മനു പ്രസൂതി, ആ പ്രസൂതി തൻ്റെ മകളായ പ്രസൂതിയെ
പ്രായിച്ചത്, വിവാഹം ചെയ്തു കൊടുത്തു. യത് കൃത അവരിലൂടെ സർഗ സൃഷ്ടികർമ്മം ത്രിലോക്യം 3 ലോകങ്ങളിലും വിദത മഹാൻ വേണ്ട വിധത്തിൽ വർദ്ധിച്ചു വന്നോന്ന്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്ക് സ്വയംഭുവ മനു 3ാമത്തെ മകളായ പ്രസൂതിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ മക്കള് അങ്ങനെ ത്രിലോകങ്ങൾ മുഴുവൻ അവരുടെ വംശപരമ്പരയും അങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെയും ദേവഹൂതിയുടെയും മക്കള് ഉത്താനപാദനും പ്രിയവ്രതനും, അവരിലൂടെയും അതുപോലെ ആകൂതി, പ്രസൂതി, ദേവഹൂതി. അതിൽ ദേവഹൂതിക്ക് 9 പെൺമക്കള്, അത് 9 മഹർഷിമാർ വിവാഹം കഴിച്ചു. പിന്നെ ഒരു മോൻ ഉണ്ടായത് കപിലവാസുദേവൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു. പിന്നെ പ്രസൂതിയെ ദക്ഷന് വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ മക്കളാലും ത്രിലോകങ്ങൾ വ്യാപിച്ചു. അതുപോലെ ആകൂതിക്ക് പക്ഷേ ഒരുപാട് മക്കളില്ല, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും തന്നെയായിരുന്നു. അവർക്കുണ്ടായ പുത്രന്മാർക്ക് അപ്പം അവരിലൂടെ ജനിക്കുന്ന പുത്രന്മാർക്കാണ് ദേവന്മാരാവാനുള്ള യോഗം. അപ്പം ആ ഒരു ദേവന്മാരാവാനും ഒക്കെ യോഗം വരണമെങ്കിൽ അത്രയും ശ്രേഷ്ഠമായൊരു ജന്മം ഉണ്ടാവും. ഭഗവാനിലൂടെ തന്നെ ജനിക്കുന്നവരാണ് ദേവന്മാരായിട്ട് വരുന്നത്. അതാണ് അവർ തമ്മിൽ നടക്കണം. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുള്ള പുത്രന്മാരായിട്ട് ശ്രേഷ്ഠ ജന്മം എടുത്ത് വന്ന ആ 12 പേരാണ് ആ കാലഘട്ടത്തിൽ ദേവന്മാരായിട്ടിരുന്നത്. യജ്ഞൻ അവിടെ ദേവേന്ദ്രനായിട്ടും ഇരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 12. യാ കർദമസുത പ്രോക്ത നവ ബ്രഹ്മർഷി പത്നയ താസാം പ്രസൂതി പ്രസവം പ്രോച്യമാനം നിബോധമേ. എന്നിട്ട് പറയാണ്, അവരെ കർദമസുത, കർദമൻ തൻ്റെ സുത പുത്രിമാരെ പ്രോക്ത, പ്രോക്ത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ എന്ന്. നവ എന്ന് വെച്ചാൽ 9, ബ്രഹ്മർഷി പത്നയെ, അതായത് കർദമൻ്റെയും ദേവഹൂതിയുടെയും 9 പുത്രിമാരെ, അതാണ് കർദമസുത നവ 9 പുത്രിമാരെ. അവരെ എന്ന് വെച്ചാൽ അവരെ ബ്രഹ്മർഷി പത്നയ 9 മഹർഷിമാരാണ് വിവാഹം കഴിച്ചത്. അതാണ് ബ്രഹ്മർഷിമാരുടെ പത്നിമാരായിട്ടുള്ള ആ 9 പെൺമക്കള്, കർദമൻ്റെയും ദേവഹൂതിയുടെയും 9 പെൺമക്കള്. താസാം അവരുടെ പ്രസൂതി പ്രസവം എന്ന് വെച്ചാൽ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും തലമുറകൾ എന്ന്. അതായത് കർദമൻ്റെയും ദേവഹൂതിയുടെയും 9 പെൺമക്കളെ 9 മഹർഷിമാർ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അവരുടെ പുത്രന്മാരുണ്ടായി, അവരുടെ പൗത്രന്മാരുണ്ടായി. ആ തലമുറകളാൽ പ്രോജ്യമാനം എന്ന് വെച്ചാൽ പറഞ്ഞു തരാം, നിബോധ അത് നീ കേട്ടുകൊള്ളുക, മേ എന്ന് വെച്ചാൽ ഞാൻ. ഇനി ആ തലമുറകളെ കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞു തരാം, നീ കേട്ടുകൊള്ളുക എന്ന്. അപ്പോൾ ഇതിൽ വിശദമായി പറയാത്തത് ഇപ്പോൾ ഉത്താനപാദൻ്റെയും പ്രിയവ്രതൻ്റെയും ആൺമക്കളുടെ കാര്യം വിശദമായി പറഞ്ഞിട്ടില്ല. ഇവിടെ വിശദമായി പറഞ്ഞത് ഇപ്പോൾ ആകൂതിയുടെയും രുചി മഹർഷിയുടെയും കാര്യം പറഞ്ഞു. അത് 2 മക്കളെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കർദമ പ്രജാപതിയും ദേവഹൂതിയും വിവാഹം കഴിച്ച കാര്യത്തിൽ കപിലവാസുദേവൻ്റെ കഥ നമുക്ക് മനസ്സിലായി. 9 പെൺമക്കളെ 9 മഹർഷിമാർ വിവാഹം കഴിച്ച കഥ വിശദമായി പറഞ്ഞു തരാമെന്നാണ് ഇപ്പോൾ ഇവിടെ മൈത്രേയ മഹർഷി പറയുന്നത്. ശ്ലോകം 13. പത്നി മരീജേ തു കലാ സുഷുവേ കർദമാത്മജ കശ്യപം പൂർണിമാനം ച ഇവ ച യയോ ആഭൂരിതം ജഗത്ത്. പത്നി ഭാര്യ, മരീചി എന്നു പേരുള്ള മുനിയുടെ ഭാര്യ കല. അപ്പോൾ കർദമ മഹർഷിയുടെ ദേവഹൂതിയുടെ ഒരു പെൺമോളുടെ പേര് കല എന്നാണ്. കല. സുഷുവേ എന്ന് വെച്ചാൽ ജന്മം കൊടുത്തു. കർദമാത്മജ എന്ന് വെച്ചാൽ കർദമൻ്റെ ആത്മജ മകളായിട്ടുള്ള കലയെ വിവാഹം കഴിച്ചത് മരീചി എന്ന മഹർഷിയാണ്. അപ്പം കർദമൻ്റെ മകളും മരീചിയുടെ പത്നിയുമായ കല സുഷുവേ എന്ന് വെച്ചാൽ ജന്മം കൊടുത്തു എന്ന്. ആർക്കൊക്കെയാണ്? കശ്യപന്, പൂർണിമ എന്നും കശ്യപൻ എന്ന പുത്രനെയും പൂർണിമ എന്ന പുത്രിയെയും ജനിപ്പിച്ചു. യയോ ഓഹോ എന്ന് വെച്ചാൽ ഇവരാൽ ആഭൂരിതം ജഗത്ത്, ഇവരുടെ മക്കളാൽ ഈ ലോകം പിന്നീട് നിറഞ്ഞു എന്ന്. അപ്പോൾ കർദമ മഹർഷിയുടെയും ദേവഹൂതിയുടെയും 9 പെൺമക്കളുടെ കാര്യമാണ് പറയുന്നത്. ആദ്യം കല എന്ന മകളെ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് 2 മക്കളാണ് ഉണ്ടായത്. ഒരാൾ കശ്യപനും 2ാമത്തെ ആൾ പൂർണിമയും. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കശ്യപ മഹർഷിയെ ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടോ? ആലോചിച്ചു. കശ്യപ മഹർഷിയെ കുറിച്ച് ഇതിനു മുന്നേ കേട്ടിട്ടില്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇതുവരെ? ഉണ്ട്. ആരായിരുന്നു?
ഓർമ്മ വരുന്നില്ല? ഏറ്റവും ആദ്യത്തെ 2 അസുരന്മാരാരാ? അവരുടെ അച്ഛനാരാ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കഥ കറക്റ്റ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ കശ്യപൻ ജനിച്ചിട്ടുള്ളൂ. പക്ഷെ കശ്യപന്റെ പുത്രനായിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചതും ഭഗവാൻ വന്ന ഹിരണ്യാക്ഷനെ വധിച്ചതൊക്കെ മുന്നേ പറഞ്ഞു എന്ന് മനസ്സിലായോ? അതായത് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് അതിങ്ങനെ പറയുന്നു. ഒരേ ലെവലിൽ ഇന്നത് കഴിഞ്ഞ് ഇന്നത് സംഭവിച്ചു, ഇന്നത് കഴിഞ്ഞ് ഇന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ടല്ല പറയുന്നത് എന്നർത്ഥം. മനസ്സിലായ? അപ്പോൾ സ്വയംഭൂവമനു ഭൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞതും ഭൂമിയെ കാണാതെ ബ്രഹ്മാവ് ആകുലപ്പെട്ടതും വരാഹാവതാരം ഉണ്ടായതൊന്നും അപ്പ പറഞ്ഞെങ്കിലും പക്ഷെ അതൊക്കെ സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ കശ്യപൻ ജനിച്ചിട്ടുള്ളൂ. കശ്യപൻ ജനിച്ച് വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഈ ഹിരണ്യാക്ഷനും അവരുടെ മക്കളായിട്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വരുന്നത് അല്ലേ? 2 അസുരന്മാരായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ കശ്യപ മഹർഷി ജന്മം എടുത്തിട്ടുള്ളൂ എന്ന്. സ്വയംഭൂവ മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിക്കും കർദമ പ്രജാപതിയുടെയും മകളായിട്ടുള്ള കലയുടെ പുത്രന്മാരാണ് കശ്യപനും പൂർണിമ എന്ന മകളും. മനസ്സിലായി? അപ്പൊ ഇവിടെ ജനിച്ചിട്ടുള്ളൂ അദ്ദേഹം. ഇനി അദ്ദേഹം വളർന്നു വരണം. അപ്പൊ ഈ സമയത്ത് ശരിക്കും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആരായിട്ടാ ഇപ്പൊ അവിടെ ഇരിക്കണേ? വൈകുണ്ഠത്തില് വിജയന്മാരായി ഭഗവാന്റെ പാർഷദന്മാരായിട്ട് അവരവിടെ ഇരിക്കുക. ഇവിടെ അവരുടെ ഭൂമിയിൽ അവരുടെ അച്ഛനാവേണ്ട ആളിവിടെ ജനിച്ചിട്ടുള്ളൂ എന്ന്. മനസ്സിലായ? ഇനി അദ്ദേഹം വളരെ വലുതായി വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവർക്ക് ശാപം കിട്ടിയിട്ട് ഇവർ ഭൂമിയിലേക്ക് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിവിടെ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഇങ്ങനെ ഇതിൽ പറയുന്നത് പോലെയല്ല. നമ്മളത് അതായത് ആദ്യത്തെ ഭാഗങ്ങളൊന്നും മറക്കാൻ പാടില്ല. അത് ഇവിടെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇടയ്ക്കുന്നാണ് ഇങ്ങനെ കോർത്തിണക്കി പറഞ്ഞു പോകുന്നത്. കാരണം അത്രയും വിശാലമായൊരു കഥയല്ലേ. അങ്ങനെ കലയ്ക്ക് ജനിച്ച മരീചിക്കും ജനിച്ച 2 മക്കളാണ് കശ്യപനും പൂർണിമയും. ഇനി പൂർണിമ അസൂത വിരജം വിശ്വഗം ച പരന്തപഃ ദേവകുല്യാം ഹരേഹേ പാദശൗചാദ് യ അഭൂത് സരിദ്ദിവഃ. ഇനി ഇവരുടെ പൂർണിമ ഒരു കശ്യപ മഹർഷി വിടും മകള് ജനിച്ചിട്ടുണ്ടല്ലോ പൂർണിമ. ആ പൂർണിമയുടെ മക്കൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കുറേ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഴുതി വെക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. പൂർണിമ അസൂത മരീചി. ഇപ്പം മരീചിയുടെയും കലയുടെയും പുത്രിയായിട്ടുള്ള പൂർണിമ. ആ പൂർണിമ അസൂത എന്ന് വെച്ചാൽ പ്രസവിച്ചു. അപ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവൾ പ്രസവിച്ചപ്പോൾ വിരജൻ എന്ന പുത്രൻ, വിശ്വകം എന്ന പുത്രൻ, പരന്തപ എന്ന് പറയുന്നത് ഇവിടെ വിദുരരെ വിളിക്കുകയാണ് കേട്ടോ മൈത്രേയ മഹർഷി. പരന്തപ ശത്രുവിനെ ഭയമുണ്ടാക്കിയ അല്ലയോ വിദുരരെ. മരീചിയുടെയും കലയുടെയും പുത്രിയായിട്ടുള്ള പൂർണിമ പ്രസവിച്ചപ്പോൾ വിരജം എന്നും വിശ്വകം എന്നും 2 ആൺമക്കളുണ്ടായി. കൂടാതെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിന്ന്. ദേവകുല്യാം എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ്, ഒരു ജലത്തിൻ്റെ പേരാണ് ദേവകുല്യ എന്ന്. ആ ദേവകുല്യ എന്ന നദി ഹരേ പാദശൗചാത്. ഭഗവാൻ ശ്രീഹരി വാമനാവതാരം എടുത്ത് ചെന്നപ്പോൾ ബ്രഹ്മാവ് പാദം കഴുകിയത് ഈ ദേവകുല്യ എന്ന നദിയിലെ ജലം കൊണ്ടായിരുന്നു. അന്ന് യഹ അഭൂത് അത് ഭവിച്ചു സരിദ്ദിവഹ. ദേവലോകത്തിലെ ഗംഗാനദിയായി അതോടെ ആ നദി മാറിയെന്ന്. അപ്പോൾ ദേവലോകത്തിലൂടെ ഒഴുകുന്ന ഇന്ന് ഭൂമിയിലൂടെ ഒഴുകുന്ന ഗംഗാനദിയുടെ ശരിക്കുള്ള പേര് ദേവകുല്യ എന്നായിരുന്നു. അത് ഈ മരീചിയുടെയും കലയുടെയും പുത്രിയായിരുന്നു. ദേവകുല്യ അവളൊരു നദിയായിട്ടായിരുന്നു ഒഴുകിയിരുന്നത്. അവരിൽ നിന്നും ഒരു നദിയുടെ രൂപത്തിൽ ജനിച്ചവളാണ് ദേവകുല്യ. പക്ഷേ ഈ നദി കൊണ്ടാണ് വാമനാവതാരം എടുത്ത് ഭഗവാൻ പാദം സത്യലോകത്ത് കൊണ്ടുവച്ചപ്പോൾ ബ്രഹ്മാവ് ഈ നദിയിലെ ജലം കൊണ്ട് പാദം കഴുകിയപ്പോൾ അന്നു മുതൽ ഈ നദി ദേവലോകത്ത് ഒഴുകുന്ന വിശിഷ്ടമായ നദിയായി അങ്ങനെയാണ് അത് ഗംഗാജലമായി മാറിയത്. മനസ്സിലായില്ലേ? അപ്പൊ ദേവകുല്യാണ് ഗംഗയുടെ ആദ്യ യഥാർത്ഥ ഉദ്ഭവമായിട്ടുള്ള അതിൻ്റെ തുടക്കം ദേവകുല്യ എന്നാണ് പേര്. അത് യഥാർത്ഥത്തിൽ മരീചിയുടെയും കലയുടെയും മകളായിരുന്നു എന്ന്. ശ്ലോകം 15. അപ്പോൾ അവർക്ക് പൂർണിമയ്ക്ക് 3 പേര്, 2 ആൺമക്കളും ഒരു മകളുമാണ് ഉണ്ടായത്. ഇനി ശ്ലോകം 15. അത്രേ പത്നി അനസൂയ ത്രീൻ ജജ്ഞേ സുയശസഃ സുതാൻ ദത്തം ദുർവാസസം സോമ ആത്മ ഈശ്വര ബ്രഹ്മ സംഭവാൻ.
ഇനി സ്വയംഭുവ മനുവിൻ്റെ കർദമ മഹർഷിയുടെയും ദേവഹൂതിയുടെയും അവർക്ക് 9 പെൺമക്കളുടെ വിവാഹകാര്യം വിവരിക്കാന്നാണല്ലോ പറഞ്ഞത്. അതിൽ കല എന്ന മകളുടെ കാര്യം പറഞ്ഞു. അടുത്തത് പറയുന്നത് അനസൂയ, അത്രേ പത്നി, അത്രി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് കർദമ മഹർഷിയുടെ മകൾ അനസൂയയെയാണ്. അവൾ ത്രീൻ ജജ്ഞേ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. യശസഹ സുതാൻ, വളരെ പ്രശസ്തരായ 3 പുത്രന്മാരായിരുന്നു അവരെന്ന്. അപ്പോൾ അനസൂയയ്ക്ക് അത്രി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അനസൂയയെ, രണ്ടാമത്തെ മകളെ. അവർക്ക് 3 പുത്രന്മാർ, വളരെ പ്രശസ്തരായ 3 പുത്രന്മാരാണ്ടായതെന്ന്. ആരൊക്കെയാണ് ആൾക്കാർ? ദത്തം, ആരാ? ദത്താത്രേയ മഹർഷി. ദുർവാസസം, ആരാ? ദുർവാസാവ് മഹർഷി. സോമഹ, ചന്ദ്രൻ. ഈ 3 മക്കളാണെന്ന് ഉണ്ടായത്. ദത്താത്രേയ മഹർഷി, ദുർവാസാവ് മഹർഷി, സോമഹ എന്ന് വെച്ചാൽ ചന്ദ്രദേവൻ. ഈ 3 മക്കളും അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രന്മാരായിട്ടാണ് ജനിച്ചത്. ഇവരുടെ മറ്റൊരു സവിശേഷത കൂടി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആത്മ ഈശ ബ്രഹ്മ സംഭവാൻ. ആത്മമെന്നാൽ മഹാവിഷ്ണു, ഈശമെന്നാൽ മഹാദേവൻ, ബ്രഹ്മം എന്നാൽ ബ്രഹ്മാവ്. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഭവാൻ, അംശാവതാരമായിട്ടാണ് ഈ 3 പുത്രന്മാർ ഉണ്ടായതെന്ന്. പെട്ടെന്ന് പറയാമോ, ഇതിൽ മഹേശ്വരന്റെ അംശാവതാരം ഈ 3 ആൺമക്കളിൽ ആരായിരിക്കുന്നു? ദുർവാസാവ്. ദത്താത്രേയൻ, ദുർവാസാവ്, സോമൻ. ഈ സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രദേവൻ. അപ്പൊ ഇതില് മഹാദേവന്റെ അംശാവതാരം ആരായിരിക്കും? ആ കോപം അല്ലേ? അതപ്പോൾ തീർച്ചയായിട്ടും ദുർവാസാവ് മഹർഷിയാണ്. മഹാവിഷ്ണുവിന്റെ അംശാവതാരം ആരാ? ദത്താത്രേയ മഹർഷി അല്ലേ? അപ്പോൾ ബ്രഹ്മാവിന്റെ അംശാവതാരം ചന്ദ്രദേവൻ. മനസ്സിലായി? ഇതൊക്കെ അംശാവതാരങ്ങളായിട്ട്. അപ്പൊ ബ്രഹ്മാവിന്റെ അംശാവതാരമാണ് ചന്ദ്രദേവൻ എന്ന് മനസ്സിലായല്ലോ. ദത്താത്രേയ മഹർഷി മഹാവിഷ്ണുവിന്റെ അംശാവതാരം, ദുർവാസാവ് മഹർഷി മഹാദേവന്റെ അംശാവതാരം. അങ്ങനെ 3 ആൺമക്കളാണ് അത്രി മഹർഷിക്ക് അനസൂയയിൽ പിറന്നത്. ഈ അനസൂയ എന്ന് പറയുന്നത് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും 2ാമത്തെ മകള്. മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 16. വിതുര ഉവാച. ഇത് കേട്ടപ്പോൾ വിതുരർക്കൊരു സംശയം. അത് ചോദിക്കുകയാണ്. അത്രേ ഗൃഹേ സുരശ്രേഷ്ഠ സ്ഥിതി ഉത്പത്തി അന്തഹേതവേ കിഞ്ചിത് ചികീർഷവഃ ജാതാ ഏതത് ആഖ്യാഹി മേ ഗുരോ, അല്ലയോ എൻ്റെ ഗുരുനാഥ. എനിക്ക് ഏതത് ആഖ്യാഹി, അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന്. ഇവിടെ എനിക്കൊരു സംശയം വന്നു. അതായത് അത്രേ ഗൃഹേ, അത്രി മഹർഷിയുടെ ഗ്രഹത്തിൽ സുരശ്രേഷ്ഠ, ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള സ്ഥിതി ഉത്പത്തി അന്തം. ഉത്പത്തി എന്ന് വെച്ചാൽ സൃഷ്ടി, സ്ഥിതി എന്ന് വെച്ചാൽ പരിപാലനം, അന്തം എന്ന് വെച്ചാൽ സംഹാരം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതവേ, കാരണഭൂതന്മാരായ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എങ്ങനെ കിഞ്ചിത് ചികീർഷവ, എന്തിനു വേണ്ടിയാണ് അത്രി മഹർഷിയുടെ ഗൃഹത്തിൽ ജാതഹ, വന്നു പിറന്നത്? അംശാവതാരമായിട്ട് ദത്താത്രേയനും ദുർവാസാവും സോമനുമായിട്ട് ജനിച്ചത്. അതിൻ്റെ കാരണം ഇപ്പം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ആ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത്രി മഹർഷിയുടെ ഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ട് ദത്താത്രേയനും ദുർവാസാവും സോമനും ചന്ദ്രദേവനുമായിട്ട് ജനിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ആ മൈത്രേയ മഹർഷി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ശ്ലോകം 17 മൈത്രേയ ഉവാച. ബ്രഹ്മണ നോദിതഃ സൃഷ്ടൗ അത്രിഹി ബ്രഹ്മവിദാം വരഃ സഹ പത്ന്യാ യയൗ വൃക്ഷം കുലാദ്രീം തപസി സ്ഥിതഃ. അതായത് മൈത്രേയ മഹർഷി പറയാണ് കേട്ടോ. ബ്രഹ്മണ നോദിതഃ, ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, സൃഷ്ടികർമ്മം ചെയ്യാനായി അത്രി മഹർഷി. അപ്പോൾ ഈ ബ്രഹ്മാവാണല്ലോ സ്വയംഭുവമനുവിനോടും ശതരൂപയോടും സൃഷ്ടികർമ്മം നടത്താൻ പറഞ്ഞു. അവർക്കുണ്ടായ മക്കള്, ഈ 3 പെൺമക്കളും ഈ 2 ആൺമക്കളും, അവരുടെ മക്കളോടൊക്കെ ഇങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് ബ്രഹ്മദേവൻ ഇങ്ങനെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം അത്രി മഹർഷി സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് ബ്രഹ്മവിദാം വരഹ, ബ്രഹ്മജ്ഞന്മാരിൽ
പരം ശ്രേഷ്ഠനായിട്ടുള്ള അത്രി മഹർഷി സൃഷ്ടികർമ്മം ചെയ്യാൻ സഹപത്നിയ തൻ്റെ പത്നിയായ അനസൂയയോടൊപ്പം യയൗ ഋക്ഷം എന്നു പേരുള്ള കുലാദ്രിയും വലിയൊരു പർവ്വതത്തിലേക്ക് യയൗ പോയി തപസീ സ്ഥിത അവിടെ ചെന്ന് തപസ് അനുഷ്ഠിച്ചു എന്ന്. അപ്പോൾ ബ്രഹ്മദേവന്റെ നിർദ്ദേശം എപ്പോഴും എന്തായിരിക്കും? കർമ്മം ചെയ്യുന്നതിന് മുൻപ് മനസ്സ് ഏകാഗ്രമാവണം, അതിന് തപസ് അനുഷ്ഠിക്കണം. സൃഷ്ടികർമ്മം ആരംഭിക്കുന്നതിന് മുൻപ്, നിങ്ങളിലൂടെ സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ തപസ് അനുഷ്ഠിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, പ്രകൃതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. അപ്പോഴേ പ്രകൃതിയുടെ ഇച്ഛ എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിലാണ് നമ്മളെല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശ്വരേച്ഛയാൽ കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സടങ്ങണം, അതിന് തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചപ്പോൾ അത്രി മഹർഷി തൻ്റെ പത്നിയായ അനസൂയയെയും കൂട്ടിയിട്ട് ഋക്ഷം എന്നു പേരുള്ള വലിയൊരു പർവ്വതത്തിലേക്ക് പോയി തപസ് ചെയ്തു. ഇനി ആ പർവ്വതത്തിൻ്റെ ഒരു മനോഹാരിതയെക്കുറിച്ച് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, തസ്മിൻ പ്രസൂനസ്തബക പലാശ അശോകകാനനെ വാർഭിഹി ശ്രവദ്ഭിഹി ഉദ്ഗുഷ്ടേ നിർവിദ്യായ സമന്തതഃ. അപ്പോൾ തസ്മിൻ പ്രസൂനസ്തബക പലാശ അശോകകാനനെ വാർഭിഹി ശ്രവദ്ഭിഹി ഉദ്ഗുഷ്ടേ നിർവിന്ദ്യായ സമന്തതഃ. അപ്പോൾ ആ വൃക്ഷം എന്ന് പേരുള്ള പർവ്വതത്തിൻ്റെ ഒരു മനോഹാരിത ഇതാണ്. തസ്മിൻ അവിടെ പ്രസൂന സ്തബക എന്ന് വെച്ചാൽ പൂങ്കുലകളുള്ള, നിറയെ പൂങ്കുലകളുള്ള പലാശവൃക്ഷം, അശോകവൃക്ഷം, കാനനെ ആ വനത്തിൽ പലാശവൃക്ഷവും അശോകവൃക്ഷവും ഉണ്ട്. പ്രത്യേകത നിറയെ പൂങ്കുലകളോടുകൂടി നിൽക്കുന്ന വനം. ഇനി വാർബി എന്ന് വെച്ചാൽ ജലത്താൽ, ശ്രവദ്ബി എന്ന് വെച്ചാൽ ഒഴുക, ജലത്തിൻ്റെ ഒഴുക്കിൽ, ഉദ്ഗുഷ്ടേ അതിൻ്റെ ഗംഭീരമായ ശബ്ദം. ഏത് ജലത്തിൻ്റെ? നിർവിന്ദ്യായ എന്ന നദിയുടെ ഒഴുക്കിൻ്റെ ശബ്ദവും സമന്തത എല്ലായിടത്തു നിന്നും കേൾക്കാം. അതാണ് ആ പർവ്വതത്തിൻ്റെ ഒരു മനോഹാരിത. ആ പർവ്വതത്തിലൂടെ ഒഴുകുന്ന നദി നിർവിന്ദ്യായ, ആ നദിയുടെ ഒഴുക്കിൻ്റെ പ്രവാഹം ഉണ്ടല്ലോ, അതിൻ്റെ ശബ്ദവും, പിന്നെ ആ പലാശവൃക്ഷവും അശോകവൃക്ഷത്തിലെ പൂങ്കുലകൾ നിറഞ്ഞു നിൽക്കുന്ന അത്രയും മനോഹരമായ ഒരു കൊടും പർവ്വതത്തിലെ കാനനം, ആ കാട്, അവിടെയാണ് അദ്ദേഹം തപസ് ചെയ്യാൻ ചെന്നത് പത്നിയോടൊപ്പം. അവിടെ ശ്രദ്ധിക്കണട്ടാ, ഇവരാരും സന്യാസം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരല്ല എന്ന് ഓർക്കണം. സന്യാസം എന്നാൽ വിവാഹം കഴിക്കാൻ പാടില്ലാണ്ട് എവിടെയോ പോയി ഇരിക്കലല്ല കേട്ടോ. ആ 9 മഹർഷിമാരും സപ്തഋഷിമാരായിരുന്നവരൊക്കെ, നവഋഷിമാരായിരുന്നവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് കണ്ടോ. അവർ തപസ് ചെയ്യാൻ പോകുന്നതും പത്നിയെയും കൂട്ടിയിട്ടാണെന്ന്. അപ്പോൾ കുടുംബജീവിതം സന്യാസത്തിന് തടസ്സമല്ല എന്ന് അന്നേ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ. 19 പ്രാണായാമേന സംയമ്യ മനഃ വർഷശതം മുനിഹി അധിഷ്ഠത് ഏകപാദേന നിർദ്വന്ദ് അനിലഭോജനഃ. അദ്ദേഹം എങ്ങനെ തപസ് ചെയ്തതെന്ന് കേട്ടോക്കൂ. പ്രാണായാമേന, പ്രാണായാമത്താൽ ശ്വാസത്തെ നിയന്ത്രിച്ചു. സംയമ്യ മനഃ, മനസ്സിനെ നിയന്ത്രിച്ചു. എന്നിട്ട് നിർദ്വന്ദ്, ദ്വൈതഭാവമില്ലാതെ, അനിലഭോജന, അനിലഭോജന എന്ന് വെച്ചാൽ വായു മാത്രം ഭക്ഷണമാക്കിയിട്ട്, വർഷശതം 100 വർഷം മുനി അത്രി മഹർഷി അധിഷ്ഠത് ഏകപാദേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തു എന്നാണ്. അപ്പം എത്ര ഗംഭീരമായ തപസ്സായിരിക്കും ആ വനത്തിൽ. ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ആ വനത്തിൽ നിന്ന്. ഭാര്യയോടൊപ്പം പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതത്തിൻ്റെ ആസ്വാദനമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ സംഭവിച്ചില്ല. എന്നിട്ടും ഇത്രയും നല്ലൊരു കാട്ടിൽ മനോഹരമായ സ്ഥലത്ത് ജീവിച്ചിട്ട് പോലും അദ്ദേഹം പ്രാണായാമം ചെയ്ത് മനസ്സിനെ അടക്കി. എന്നിട്ട് മനസംയമനം വരുത്തിയിട്ട്, അപ്പോൾ ദ്വൈതഭാവം, പലതായി കാണുന്ന ഭാവം ഒന്നുമില്ല. ഭാര്യയെ നോക്കുമ്പോഴും ഞാൻ തന്നെയാണെന്നുള്ള ഭാവമാണ്. ഇത് വേറെ, ഇത് എൻ്റെ ഭാര്യ എന്നൊരു വ്യത്യാസം തോന്നുന്നില്ല എന്ന്, ഞാൻ തന്നെ എന്ന ആ അദ്വൈതത്തിൽ മനസ്സ് വെച്ചപ്പോൾ ആ വായുവിനെ ഭക്ഷണമാക്കിയിട്ട് അദ്ദേഹം ഒറ്റക്കാലിൽ 100 വർഷം നിന്ന് അത്രി മഹർഷി തപസ് ചെയ്തു. തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു ചിന്തയുണ്ടല്ലോ, അതാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരാനുള്ള കാരണം. ആ ചിന്ത ഇതായിരുന്നു എന്നാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശരണം തം പ്രപദ്യേ അഹം യ ഏവ ജഗദീശ്വരഃ പ്രജാം ആത്മസമാം മഹ്യം പ്രയച്ഛതു ഇതി
ചിന്തയൻ, പ്രയച്ഛതു ഇതി ചിന്തയൻ. എന്താണെന്നറിയോ? ശരണം തം പ്രപദ്യേ, ശരണം പ്രപദ്യേ, അതായത് അഭയം ശരണം പ്രാപിക്കുന്ന തം ആ യഹ ഏവ ജഗതീശ്വര, ആ ജഗത്തിൻ്റെ ഈശ്വരനായിട്ട് ഉള്ള ഭഗവാനെ, ഞാൻ ശരണം പ്രാപിച്ച ആ ജഗത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ, പ്രജാം ആത്മസമാം മഹ്യം, മഹ്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രജ, പുത്രനായിട്ട് ആത്മസമാം അങ്ങേക്ക് തുല്യമായിട്ട് അങ്ങ് തന്നെ എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് പ്രയച്ഛതു, പ്രയച്ഛതു എന്ന് വെച്ചാൽ ജനിക്കണം, എനിക്ക് നൽകണം, ഇതി ഇപ്രകാരം ചിന്തയൻ, ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒറ്റക്കാലിൽ തപസ് ചെയ്തതെന്ന്. അപ്പം പിന്നെ സംഭവിക്കാതിരിക്കുമോ? നമ്മൾ എന്താ പഠിച്ചത്? കർമ്മമല്ല ഫലത്തെ സൃഷ്ടിക്കുന്നത്, ആ കർമ്മം ചെയ്യുമ്പോൾ സങ്കല്പം എന്താണോ അതാണ് ആ ഫലത്തെ സൃഷ്ടിക്കുന്നത്. അദ്ദേഹം ഒറ്റക്കാലിൽ തപസ് ചെയ്തത് മോക്ഷം തരണേ എന്ന് പറയാനല്ല. അദ്ദേഹം തപസ് ചെയ്തത് ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിട്ടുള്ള ആ സാക്ഷാൽ ഞാൻ ശരണാഗതി അടഞ്ഞത് ഏത് ഭഗവാന്റെ മുന്നിലാണോ ആ ഭഗവാൻ തന്നെ എൻ്റെ പുത്രനായിട്ട് വന്ന് പിറക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ശരണാഗതി അടഞ്ഞത് ഒരു ഭഗവാന്റെ പാദത്തിലല്ല. ആരുടെ? സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വെച്ചാൽ ഇത് മൂന്നും സംഭവിക്കുന്നത് ആർക്കാ? ഭഗവാനല്ല, ഈ പ്രപഞ്ചത്തിനാണ് അല്ലേ? അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ, ഞാൻ ശരണാഗതി അടഞ്ഞ ആ ഭഗവാൻ എൻ്റെ പുത്രനായി ജനിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒറ്റക്കാലിൽ തപസ് ചെയ്തതെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാവിഷ്ണുവിനെയോ, അപ്പോൾ മഹാവിഷ്ണു ആണോ, ശിവനാണോ, ബ്രഹ്മാവാണോ എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശരണാഗതി അടയേണ്ടത് ആരുടെ പാദങ്ങളിലാണെന്നാണ് കപില വാസുദേവൻ നമുക്ക് പഠിപ്പിച്ചു തന്നെ. ഓർമ്മയുണ്ടോ? ദൈവം ആരാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ആ പ്രകൃതി ശക്തിയുടെ തൃപാദങ്ങളിൽ ദൈവം എന്ന് പറയാൻ നമ്മൾ ശരണാഗതി അടയേണ്ടത് ആരെയാ? നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി ആരാ? ആ കർമ്മശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി ആയിരിക്കുന്ന ശക്തിയിലാണ് നമ്മൾ ശരണാഗതി അടയുന്നത്. മറ്റേതാരാ? പുരുഷൻ. പരമാത്മാവിൽ ആ പുരുഷൻ എന്ന് പറയുന്നത് ജ്ഞാനമാണ് അല്ലേ? അത് ആ അറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാ? പ്രകൃതിയാണ്. പുരുഷനിലേക്ക് എത്തിക്കുന്നത് പ്രകൃതിയാണ്. അപ്പോൾ നമ്മൾ ആരുടെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് ആരെയാ ദൈവമായി കാണേണ്ടത്? പ്രകൃതി എന്ന ശക്തി. ആ ശക്തിയല്ലേ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്താൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി വന്നത്? സംശയമില്ലല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള ഞാൻ ശരണാഗതി അടഞ്ഞ ഈശ്വരൻ എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് ഒരൊറ്റ ചിന്ത വെച്ചിട്ടാണ് അത്രി മഹർഷി ഒറ്റക്കാലിൽ തപസ് ചെയ്തതെന്ന്. അപ്പോൾ സൃഷ്ടിയുടെ ഈശ്വരനും സ്ഥിതിയുടെ ഈശ്വരനും സംഹാരത്തിൻ്റെ ഈശ്വരനും 3 പേരും കൂടെ വന്നു പുത്രനായിട്ട്. അപ്പോൾ 3 മക്കളങ്ങോട്ട് ഉണ്ടായി. മനസ്സിലായ? അതാണ് സംഭവിച്ചത്. ശ്ലോകം 21 കഴിഞ്ഞു. 22 ശ്ലോകങ്ങളോടുകൂടി നമ്മൾ നിർത്തും. 21 തപ്യമാനം ത്രിഭുവനം പ്രാണായാമ ഏതസ അഗ്നിന നിർഗതേന മുനേഹേ മൂർധന സമീക്ഷ്യ പ്രഭവ ത്രയഃ. തപ്യമാനം ത്രിഭുവനം, അതായത് അത്രി മഹർഷിയുടെ 100 വർഷത്തെ തപസ്സാണ്. ആ തപസ്സിലെ 3 ലോകങ്ങളും, ത്രിഭുവനം 3 ലോകങ്ങളും തപിക്കാൻ തുടങ്ങിയെന്ന്. പ്രാണായാമ ഏതസ, പ്രാണായാമം ചെയ്തുകൊണ്ട് അത്രയും ഇങ്ങനെ എരിയാൻ തുടങ്ങിയെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം. പ്രാണായാമത്തിൻ്റെ ശ്വാസ നിയന്ത്രണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങ് എരിയാൻ തുടങ്ങിയപ്പോൾ ആ നിർഗതേന അഗ്നിന, അതിൽ നിന്നും ആ ശരീരത്തിൽ നിന്നും വരുന്ന പുറത്തേക്ക് നിർഗമിക്കുന്ന ചൂട്, അഗ്നിന എന്ന് വെച്ചാൽ ചൂടിൽ ഈ ത്രിഭുവനങ്ങളും തപിക്കാൻ തുടങ്ങി. മുനേഹ മൂർധന, അത്രി മഹർഷിയുടെ മൂർധാവിൽ നിന്നാണ് അത് ചൂട് വരുന്നത്. അദ്ദേഹം പ്രാണായാമം ഇങ്ങനെ ചെയ്ത് ആ പരിശീലനത്തിലൂടെ പ്രാണായാമത്തിൽ ഇങ്ങനെ എരിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന അഗ്നിയുടെ ചൂടുകൊണ്ട് ഈ ത്രിഭുവനങ്ങളും 3 ലോകങ്ങളും തപിക്കാൻ തുടങ്ങിയപ്പോൾ സമീക്ഷ, അത് കണ്ടപ്പോൾ പ്രഭവ ത്രയഃ 3 പേരും, ആ 3 ദേവന്മാരും, അതായത് സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിലിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള പ്രകൃതീശ്വരി, ആ സൃഷ്ടിയായിട്ടും സ്ഥിതിയായിട്ടും സംഹാരമായും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന 3 ദേവന്മാർ ഈ കാഴ്ച കണ്ടു. ഈ തപസ് ചെയ്യുന്ന ആളുടെ ഉള്ളിലെ ചിന്ത ഞങ്ങൾ 3 പേരും പുത്രന്മാരായി വരണം എന്നാണ്. അപ്പോൾ 3 പേരും ഈ ലോകം മുഴുവൻ തപിക്കുന്നത് കണ്ടപ്പോൾ ശ്ലോകം 22 അപ്സര മുനി ഗന്ധർവ സിദ്ധ
വിദ്യാധര ഉരഗൈഹി വിദായമാന യശസഹ തദാശ്രമപദം യയു. അപ്സരസുകള്, മുനിമാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, ഉരകൈ നാഗലോകവാസികൾ ഇവരാൽ വിദായമാന വ്യാപിക്കുന്ന യശസ്, ഇവരിങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവരാൽ പ്രകീർത്തിക്കപ്പെടുന്ന ആ യശസ് കൊണ്ട് തദാശ്രമം യയു, ഈ 3 ദേവന്മാരും, ഇവർ 3 പേരും ആരുടെ രൂപത്തിൽ? ദത്താത്രേയ മഹർഷി, ദുർവാസാവ് മഹർഷി, ചന്ദ്രദേവൻ, ഈ 3 ദേവന്മാരുടെ രൂപത്തിൽ അംശാവതാരമായിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ വിദുരരുടെ ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ 3 പേരും പുത്രന്മാരായി അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരാനുള്ള കാരണം? അദ്ദേഹം സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് ഋക്ഷം എന്ന പർവ്വതത്തിൽ പോയി തപസ് തുടങ്ങി. പത്നിയോടൊപ്പം പോയിട്ട് തപസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന, അതും കൊടും തപസ്സാണ്, ഒറ്റക്കാലിലാണ് ചെയ്യുന്നത്. വായു ഭക്ഷണം മാത്രം കഴിച്ചു 100 വർഷം. സങ്കല്പിക്കാൻ പറ്റൂ, അതാണ്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ സങ്കല്പം എന്താ? ഞാൻ ശരണാഗതി അടഞ്ഞ ആ പ്രകൃതി എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് പറയുമ്പോൾ പ്രകൃതി 3 ഭാവത്തിലാണ് നിൽക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം 3 കർമ്മവും ചെയ്യുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പുത്രനായി ജനിക്കണം എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. ആഗ്രഹം അതാണ്, ചിന്ത. അപ്പോൾ ഈ തപസ്സിൻ്റെ ശക്തിയാൽ അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്നും വരുന്ന അഗ്നിയുടെ ചൂട്, ആ ചൂടിൻ്റെ ആ ദഹനാഗ്നി കൊണ്ട് 3 ലോകങ്ങളും ഈ തപിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാഴ്ച ബ്രഹ്മവിഷ്ണു പരിപാലനം നടത്തുന്ന മഹാവിഷ്ണു അപ്പം അത് കാണുകയാണ്, എല്ലാവരുടെയും തപിക്കുന്നു. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത് കണ്ടു. അത് കണ്ടപ്പോൾ അപ്സര സ്ത്രീകളാലും ഗന്ധർവന്മാരാലും മുനിമാരാലും സിദ്ധന്മാരാലും അവരൊക്കെ ചുറ്റും കൂടി നിന്നിങ്ങനെ വാഴ്ത്തുകയാണ്. ഇവരുടെ മഹാത്മ്യം ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കെ ഇവർ 3 പേരും ദത്താത്രേയനായും ദുർവാസാവായും ചന്ദ്രദേവനായും അംശാവതാര രൂപത്തിൽ അത്രി മഹർഷിയുടെ വീട്ടിൽ വന്ന് ജനിച്ചു. മനസ്സിലായ? ഇനി ബാക്കി നാളെ.